മക്കൾസ്, ഇറ്റ്സ് മീ ശ്രീഭാമ. സോ മക്കളെ, നമ്മുടെ എക്സാമിൽ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മിസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശ്വസന വ്യവസ്ഥ, രക്തപരിണ വ്യവസ്ഥ എന്നിവയെ ബന്ധപ്പെട്ട ചില അവയവങ്ങളും പ്രത്യേകതയും തന്നിട്ടുണ്ട്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാക്ഷ്യത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിക്ക് നമ്മൾ എന്താ മക്കളെ പറയാ? ഡയഫ്രം എന്നാണ് പറയാ അല്ലെ. പിന്നെ പെരികാർഡിയം എന്ന അവസ്ഥ, പെരികാർഡിയം മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹൃദയത്തിന്റെ ഭാഗമാണ് പെരികാർഡിയം കൊണ്ടിട്ട് പൊതിഞ്ഞിട്ടുള്ളത്. ഹൃദയത്തിലോട്ട് രക്തം കൊണ്ടുവരുന്ന ഭാഗത്തെ നമ്മൾ എന്താ പറയാ? ധമനി എന്നാണ് പറയാ. രക്തലോമികൾ എന്തിനാ? ധമനികളെയും സിരകളെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് രക്തലോമികകൾ എന്ന് പറയുന്നത്. സോ ഹൃദയത്തിൽ കൊണ്ടുവരുന്നവരുണ്ട്, കൊണ്ടുപോകുന്നവരുണ്ട്, ധമനിയുണ്ട്, സിരയുണ്ട്, രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ആൻഡ് രണ്ട് ചാപ്റ്ററും കൂടെ കമ്പൈൻ ചെയ്ത രീതിയിലാണ് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ലെയർ ഓഫ് മസിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ഡയഫ്രം ആണ്. കവേർഡ് ഡബിൾ മെംബ്രെയിൻ പെരികാർഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഹൃദയമാണ്, ഹാർട്ടാണ്. പിന്നെ നമ്മുടെ ധമനിയുണ്ട് ആൻഡ് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ സിമ്പിൾ ആയിട്ട് മിസ് ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹൃദയ സിനിമ ആലോചിച്ചാൽ മതി എന്നല്ലേ. ഹൃദയ സിനിമയിൽ നമ്മുടെ ദർശനയുണ്ട്, ഹൃദയത്തിലോട്ട് എന്താണ് വന്നിട്ടുള്ള ആള്. പ്രണവ് മോഹൻലാലിന്റെ ആദ്യം ഹൃദയത്തിലോട്ട് വന്നയാളാണ് നമ്മുടെ ദർശന. അപ്പൊ ദർശന എന്ന് പറഞ്ഞ ഒരു ആത്തതിയാണ്, ധമനിയാണ്. എന്നിട്ട് തിരിച്ചു പിന്നീട് ലൈഫ് ലോങ് നിന്നത് നമ്മുടെ കല്യാണി പ്രിയദർശനായിരുന്നു. അപ്പൊ കല്യാണി പ്രിയദർശൻ ലൈഫ് ലോങ് കൂടെ നിന്നതുകൊണ്ട് ആരാണ്? വെയിൻ ആണ്, സിരയാണ് പറയാൻ പറ്റും. അപ്പൊ എന്താണ് നോക്കിക്കോ, ധമനി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നത്, സിര എന്ന് പറയുമ്പോൾ ഹൃദയത്തിലോട്ട് എത്തിച്ചേരുന്നത്, രണ്ടാമത് വന്നത് അല്ലെ, കല്യാണിനെ പോലെ രണ്ടാമത് വന്ന ആള്. അപ്പൊ ഇതാണ് സിര, ഇതാണ് ധമനി. നടുവിലുള്ള ഈ ഒരു ഭാഗമാണ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികൾ എന്ന് പറയുന്നത്. സോ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിലെ എല്ലാ ഭാഗത്തോട്ടും കൊണ്ടുപോകുന്ന ആളുകളെയാണ് ധമനികൾ എന്ന് പറയുന്നത്. ആർട്ടറീസ് ആർ ദ ബ്ലഡ് വെസൽ ദാറ്റ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറെന്റ് പാർട്ട്. അപ്പൊ ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ചു, ഇവിടുന്ന് തുടങ്ങിയിട്ട് എല്ലാ ഭാഗത്തോട്ടും വേണ്ട സാധനങ്ങൾ എത്തിച്ചയാളാണ് ആര്? ആർട്ടറി. വെയിൻ എന്ന് പറഞ്ഞാലോ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള രക്തം ഹൃദയത്തിലോട്ട് കൊണ്ടുവരുന്നയാളാണ് അല്ലെ. വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ആളെ കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഓക്സിജൻ കൂടുതലും, തിരിച്ചു വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും. നടുവിൽ നിൽക്കുന്ന ഒരു പാലം പോലെ ഇവന്മാരുടെ രണ്ടിലും നടുവിൽ നിൽക്കുന്ന ആളുകളാണ് ആര്? രക്തക്കുഴലുകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് എന്ന് പറയുന്നത്. റെഡി? അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മിസ് പറയാം. ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. എ ഏതാ, ബി ഏതാ, സി ഏതാന്ന് ചോദിക്കും. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് എന്നും WBC എന്നും ആൻഡ് അതേപോലെ RBC എന്നൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഓരോന്നിന്റെയും സ്പെഷ്യൽ ആയിട്ടുള്ള ഷേപ്പ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. V ഫോർ വിക്ടറി പറയുന്ന കുഞ്ഞു കുഞ്ഞു വീകളായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോ RBC ആണെങ്കിൽ ഒരു ഡിസ്ക് ഷേപ്പിലാണ് ഉണ്ടാവുക. ആൻഡ് അതേപോലെ WBCക്ക് പല പല ഷേപ്പുകളാണ്. ഹെഡ്ഫോണിന്റെ ഷേപ്പ് കണ്ടോ, ഒരു ഹെഡ്ഫോണിന്റെ ഷേപ്പ്, പിന്നെ ഹൃദയത്തിന്റെ ഷേപ്പ്, 2-3 ഹെഡ്ഫോൺ കൂടിയ ഷേപ്പ്, പല പല ഷേപ്പുകൾ കാണുന്ന ആളാണ് WBC. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് മക്കൾ പഠിക്കേണ്ടത് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് രക്തത്തെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഈ വി ഷേപ്പുള്ള ആളുകൾ. അപ്പൊ പ്ലേറ്റില് കട്ടയ്ക്ക് ബിരിയാണി ഇട്ടോ എന്നല്ലേ നമ്മൾ പറയാ. വിശന്നിട്ട് വയ്യ, പ്ലേറ്റിൽ കട്ടയ്ക്ക് ഇട്ടോ ഫുഡ് എന്ന് പറയില്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക പ്ലേറ്റ്ലെറ്റ്സ് രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ചുവന്ന രക്തകോശം RBCയോ ഡിസ്ക് ഷേപ്പാണ്. അപ്പൊ RBC ഡിസ്കോ RBC ഡിസ്കോ പഠിച്ചു വെക്കുക. ഡിസ്ക് ഷേപ്പാണ്. അതിനകത്ത് ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹീമോഗ്ലോബിന്റെ സെയിം ഫംഗ്ഷൻ ആണ് അവരും കാണിക്കുക. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുന്നു. പിന്നെ വെളുത്ത രക്തകോശമാണെങ്കിൽ മർമ്മവും കാര്യങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഒരു ഷേപ്പ് പോലും ഇല്ല, പല പല ഷേപ്പുകളിലാണ് കാണുന്നത് രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി. പ്ലാസ്മ എന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ള ഒരു മഞ്ഞ കളറുള്ള ലിക്വിഡ് ഭാഗമാണ്. അത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലോട്ട് എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുന്നു. സോ ക്യാരീസ് ഗ്ലൂക്കോസിന് എത്തിക്കുന്ന പ്ലാസ്മ. പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. WBC ഡിസ്ക് ഷേപ്പ് നോൺ ന്യൂക്ലിയേറ്റഡ് ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നു. WBC ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ് ഇല്ല, ഡിസ്ട്രോയ് പാത്തോജൻസ് ആണ് അല്ലെ, രോഗകീടാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മിസ് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാം. പല്ലിന്റെ കുറെ പിക്ചർ തന്നിട്ട് ഇവിടെ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ടൂത്ത് ഡീക്കെ, പാൽപ്പല്ലും സ്ഥിരദന്തവും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ മക്കളെ, നിങ്ങളുടെ പല്ല് എത്ര പല്ലുണ്ട് ടോട്ടല്? അത് നിങ്ങൾ പഠിച്ചു വെക്കണേ. 32 പല്ലാണ് നമുക്ക് ടോട്ടൽ ഉള്ളത് ഇല്ലേ. അതിനകത്ത് ഇവിടെയുള്ള പല്ലിന് നമ്മൾ ആദ്യം കാണുന്ന പല്ലിന് എന്താ പറയുന്നറിയോ? അതാണ് നമ്മുടെ എവിടെ
യെസ്, നമ്മുടെ ഇൻസിസർ എന്ന് പറയുന്ന ഉളിപ്പല്ല എന്ന് പറയുന്ന ഭാഗം, ഇവിടെ ഈ ഭാഗമാണ് ഉളിപ്പല്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ മിസ്സിന്റെ ഇവിടെ വല്ല യക്ഷിപ്പല്ല് പോലെ 2 കണ്ടില്ല നിങ്ങള്, അതാണ് ആക്ച്വലി നമ്മുടെ കോമ്പല്ല്. അപ്പൊ ഇവിടെ ഉള്ളത് കഴിഞ്ഞ അടുത്ത ഈ 2 ആയിട്ടുള്ളതാണ് നമ്മുടെ കോമ്പല്ല്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇവിടെ ഈ ഒരു മോണയുടെ സൈഡിലോട്ട് ഇങ്ങോട്ടേക്ക് കുറച്ചിങ്ങ് വരുമ്പോ പ്രീ മോളാർ ഉണ്ട്, പിന്നെ ഏറ്റവും അറ്റത്ത് മോളാർ ഉണ്ട് കേട്ടോ, ചർവടകമുണ്ട്. ഓരോന്നിനും ഓരോരോ ഫംഗ്ഷൻ ആണ്. ഉളിപ്പല്ല എന്ന് പറയുമ്പോ കടിച്ച് മുറിക്കാൻ വേണ്ടിയിട്ട്, ഒരു ചിക്കന്റെ പീസ് ആണെന്ന് വിചാരിച്ചു കടിച്ചു മുറുക്കിയില്ലേ, അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. പിന്നെ കോമ്പല്ല പറയുമ്പോൾ കടിച്ചു കീറാൻ, ഇപ്പൊ ഒരു ചിക്കന്റെ പീസ് നമ്മൾ കടിച്ചതിന് ശേഷം വലിക്കില്ല, ഈ ഭാഗം വെച്ചല്ലേ കടിച്ചു കീറുക, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് സഹായിക്കുന്നത്. ടു ടിയർ കട്ട് ഫുഡ് കനൈന്. പ്രീ മോളാണെങ്കിൽ ച്യൂ ചെയ്യാൻ വേണ്ടി. മോസ്റ്റ്ലി നമ്മൾ എല്ലാ സാധനവും ഇങ്ങോട്ടേക്ക് അണപ്പല്ലിന്റെ ആ ഭാഗത്തോട്ട് വെച്ചിട്ടാണ് ചവച്ച് 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 സെറ്റ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് ച്യൂ ആൻഡ് ഗ്രൈൻഡർ ആണ് മോളാറും പ്രീ മോളാറും ഉള്ളത് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മളോട് ചോദിച്ചത് പാൽപ്പല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമുക്കില്ലേ പാൽപ്പല്ല്, നിങ്ങളുടെ ചെറിയ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് അവരൊക്കെ എന്താണ് വരുന്ന പല്ലുണ്ടാവുമല്ലോ, അതിനെയാണ് ഏകദേശം 6 മാസം പ്രായമാകുമ്പോൾ പല്ല് മുളയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ആ മുളയ്ക്കുന്ന പല്ലിനെയാണ് നമ്മൾ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ല് പറയാം. നമുക്ക് എല്ലാവർക്കും പാൽപ്പല്ല് വന്നിട്ടുണ്ട്, ഉണ്ട്, നിങ്ങൾക്കുണ്ട്. അത് പോയതിന് ശേഷം പിന്നെ നമുക്ക് വന്നതാണ് സ്ഥിരദന്തങ്ങൾ. അപ്പൊ ആകെ 20 ആണ് പാൽപ്പല്ലുകൾ ടോട്ടൽ ഉള്ളത് അല്ലെ. 10 മിൽക്ക് ടീത്ത് ആണ്, അപ്പറിലും ലോവറിലും 10 വീതമായിട്ട് 20 ആണ് മിൽക്ക് ടീത്തിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫാക്ട് ദ ടീത്ത് ഡെവലപ്പ് സ്റ്റാർട്ട്സ് അറൌണ്ട് ഏജ് ഓഫ് 6 months ആൻഡ് ദീസ് ടീത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. റെഡി അല്ലേടാ? അടുത്തത് പെർമനന്റ് ടീത്ത്, സ്ഥിരദന്തം പറഞ്ഞ എന്താ? നമ്മുടെ ഇപ്പത്തെ പല്ല് ഇതെങ്ങാനും പൊട്ടി എന്തെങ്കിലും പ്രശ്നം വന്നു, എവിടെയെങ്കിലും എന്തെങ്കിലും തട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ, പിന്നെ വരുന്ന വെച്ചാൽ വരില്ല. കാരണം സ്ഥിരദന്തങ്ങൾ പൊട്ട് അതേപോലെ ഇളകുകയോ ചെയ്താൽ അത് കംപ്ലീറ്റ് പോയതാണ്. സോ ഇപ്പൊ ഉള്ള നമ്മുടെ പല്ല് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിങ്ങൾ കരുതണം കേട്ടോ. അപ്പൊ പെർമനന്റ് ടീത്ത് ആർ ദോസ് ദാറ്റ് റീപ്ലേസ് മിൽക്ക് ടീത്ത് വെൻ ദേ ഫോൾ ഓഫ്. ഇഫ് പെർമനന്റ് ടീത്ത് ബ്രേക്ക് ഓർ ഫോൾ ഓഫ്, ന്യൂ ടീത്ത് വിൽ നോട്ട് ഗ്രോ. പിന്നീട് നമ്മളത് പോയി പറഞ്ഞിരിക്കല്ലാണ്ട് വേറെ ഒരു വഴിയില്ല, പുതിയത് വരില്ല. പിന്നെ നമ്മൾ ചോദിച്ചത് ഈ ദന്തക്ഷയത്തിന് കാരണമാവുന്നതിന്റെ കാരണങ്ങളൊക്കെ അല്ലെ, ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ മര്യാദയ്ക്ക് ടീത്ത് കറക്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഒക്കെ പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ സ്വീറ്റ് പോലെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പല്ല് കേടുവരുമെന്ന് പറയാനുള്ള റീസൺ, സ്വീറ്റ് പോലെയുള്ള മധുരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൽ കൂടുതലായിട്ട് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ പല്ലിലൊക്കെ ഉള്ള ബാക്ടീരിയകളിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും എന്താ, ലാക്റ്റിക് ആസിഡ്. അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത ആസിഡിന്റെ അംശം കൂടുതലാകുമ്പോൾ നമ്മുടെ ഇനാമലിന് പ്രശ്നം വരെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ദന്തക്ഷയം, ടൂത്ത് ഡിക്കേ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അതുകൊണ്ടാണ് സ്വീറ്റ് പോലെയുള്ള സാധനങ്ങൾ കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യണം എന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാറുള്ളത്. റെഡി അല്ലേടാ? അടുത്ത നോക്കാം. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചില അവയവങ്ങൾ തന്നിട്ടുണ്ട്. വായ, ചെറുകുടൽ, വൻകുടൽ, മലദ്വാരം, അന്നനാളൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ആഹാര ദഹന പ്രക്രിയ പൂർത്തിയാക്കാൻ ചോദിച്ചു. പെരിസ്റ്റാൾസിസ് എന്താ ചോദിച്ചു. മാംസാഹാരികൾ കാണപ്പെടുന്നത് എന്ത് ടൈപ്പ് ടീത്ത് ആണ് ചോദിച്ചു. ഫ്ലോ ചാർട്ട് ഫിൽ ചെയ്യാനും ചോദിച്ചു. അത്യാവശ്യം വലിയൊരു ക്വസ്റ്റൻ ആണ് അല്ലെ. അതിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഡൈജഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താ മക്കളെ ഈ ഡൈജഷൻ? നമ്മളിപ്പോ ഒരു ഫുഡ് എപ്പോഴാണ് നമ്മളോട് ദഹിച്ചു എന്ന് പറയാ. അപ്പൊ ഞാനൊരു ബിരിയാണി കഴിച്ചു. ബിരിയാണി കഴിച്ച ആദ്യം പല്ലിലെ കഴിച്ച് പല്ല് എന്ത് ചെയ്തു, പല്ലിന് മാക്സിമം സെറ്റ് ചെയ്തിട്ട് നേരെ വായിക്ക് കൊടുത്തു. വായി നേരെ ഇവിടെ കൊണ്ട്, ഇതാണ് അന്നനാളം, ഈസോഫാഗസ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന വേവ് ലൈക്ക് മൂവ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ല ല ല ല ല ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വേവി ആയിട്ടാണ് നമ്മുടെ ഫുഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ സ്റ്റൊമക്കിലോട്ട് എത്തുന്നു. അപ്പൊ സ്റ്റൊമക്കിൽ എത്തുന്ന സമയത്ത് ഒരു പേസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് മാറാം. നമ്മൾ കഴിച്ച സാധനം അതുപോലെയാണോ ഇവിടെ കട്ടയായിട്ട് ഇരിക്കുകയാണോ ചെയ്യുക? അല്ല. ബിരിയാണിയുടെ പീസും നമ്മുടെ ചിക്കന്റെ പീസൊക്കെ ഒരു പേസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് എത്താണ് ചെയ്യുന്നത്, കുഴമ്പ് പരുവത്തിൽ എത്താണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്. അതിൽ ചെറുകുടല് ഈ പിക്ചർ ഒന്ന് ചിലപ്പോൾ നിങ്ങളോട് ഓർഗൻ ഐഡന്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ, പഠിച്ചു വെക്കണേ. അപ്പൊ സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ 6 മീറ്റർ നീളമുള്ള 6 മീറ്റർ ലോങ് ഉള്ള ഒരു സാധനമാണ്. അതിൽ മാക്സിമം ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻസ് കംപ്ലീറ്റ് വലിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ന്യൂട്രീഷൻസ് എല്ലാ ഭാഗത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ. ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ വലിയ സാധനം, ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയിട്ടുള്ള കുഴലാണ് വൻകുടൽ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് വാട്ടർ കണ്ടന്റ് ഉള്ള ധാതു ലവണങ്ങളും മിനറൽസ് ഒക്കെ നമ്മൾ അബ്സോർബ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ദ അബ്സോർപ്ഷൻ വാട്ടർ കണ്ടെയ്നിങ് മിനറൽ സോൾട്ടിന് ശേഷം നമുക്ക് റിമെയിൻ ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ പുറത്ത് കളയുന്നത് എങ്ങനെയാണ്? മലദ്വാരത്തിലൂടെ മലമാഴ്ച പുറത്ത് കളിയാണ് ചെയ്യുക. വാട്ട് റിമൈനിങ് ആഫ്റ്റർ ദിസ് ദാറ്റ് ഈസ്
ഫീസസ് ആൻഡ് ആ ഫീസസിനെ നമ്മൾ റക്റ്റത്തിലൂടെ ആനസിൽ റക്റ്റത്തിലൂടെ നമ്മൾ റക്റ്റായിട്ട് പുറത്ത് കളയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതാണ് ഒരു നോർമൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഡൈജഷൻ ദഹന പ്രക്രിയ. പിന്നെ ചോദിച്ചത് മാംസാഹാരികള് അവരുടെയൊക്കെ മെയിൻ ഏതായിട്ട് ടീത്ത് ഏത് പല്ലുള്ള ചോദിച്ചു. മക്കളെ ഞാൻ പറയട്ടെ, സിംഹവും കടുവയൊക്കെ നമ്മൾ കഴിക്കുന്ന പോലെ ഫുഡൊക്കെ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ കഴിക്കുക അല്ല, കടിച്ചു കീറി മുറിച്ചങ്ങ് കഴിക്കല്ലേ ചെയ്യാ. സോ അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് കനൈൻ ടീത്ത് ഉള്ളത്, കാർണിവോറസിന്. മാംസാഹാരികൾക്ക് കോമ്പല്ലുള്ളത് കടിച്ചു കീറാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് കടിച്ചു മുറിക്കാനൊക്കെ വേണ്ടിയിട്ട് അണപ്പല്ലുകളുള്ള ആളുകളാണ് നമ്മുടെ സസ്യാഹാരികളായിട്ടുള്ള ആളുകൾ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ പശുവൊക്കെ എന്ന് പറയാം അയവിറക്കല്ലേ കഴിക്കുക, പശു അയവിറക്കുക എന്നൊക്കെ പറയല്ലേ. അങ്ങനെ പതിയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പല്ലുകൾ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മക്കളെ അടിപൊളിയായിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസുകൾ പഠിക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും റിവിഷൻ ബാച്ചിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കാം, അപ്പൊ ഈ വരുന്ന എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കുക. അതുപോലെ പബ്ലിക് എക്സാമും മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ആണ് നമ്മുടെ എൻഡ് ഗെയിം ബാച്ച് അവഞ്ചേഴ്സിന്റെ. അപ്പൊ അതിൽ ഒരുപാട് സ്പെഷ്യാലിറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. റിവിഷൻ ബാച്ച് ആയിരിക്കും. സോ മക്കൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് വരാട്ടോ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ഉഷാറായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതുക. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.